ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജൻസിക്കുള്ള പ്രാധാന്യം എന്താണ്? അതിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് ഈ രാജ്യം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ യൗവനമുള്ളത് ഇന്ത്യക്കാണ്, നമ്മുടെ ഇന്ത്യക്ക്. അതുകൊണ്ട് തന്നെയാണ് യുവാക്കളിൽ ഉണ്ടാകുന്ന ആശയ വ്യതിയാനങ്ങളെ ശ്രദ്ധാപൂർവം രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്നത്. ചിലരതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, മറ്റു ചിലർ അതിനെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നത്. കുറേ മനുഷ്യർ പ്രതീക്ഷയോടെ ആ തലമുറയുടെ ഒരു കാലം വരുമ്പോൾ ഈ രാജ്യം എല്ലാം മറ്റൊരു ചിന്താഗതിയിലേക്കും ഒരു പുതിയ ഉയരങ്ങളിലേക്കും കുതിക്കും എന്ന് വിശ്വസിക്കുന്നത്. അതെ, ജെൻസി പ്രതീക്ഷയാകാനുള്ള കാരണങ്ങളെ സംബന്ധിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങളാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കണമെന്ന് വിചാരിച്ചത്. അത് വേറൊന്നുമല്ല, ഇന്ത്യൻ ജനസംഖ്യയുടെ 30 വയസ്സിൽ താഴെയുള്ളവർ ഏകദേശം 50 മുതൽ 52% വരെ വരും. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയോളം 30 വയസ്സിൽ താഴെയുള്ളവരാണ്. മധ്യവയസ്സ് എന്ന് പറയുന്ന പ്രായം 28-29 അതിൽ 35 വയസ്സുള്ളവർ 65% വരും. 14 വയസ്സ് വരെ പ്രായമുള്ളവർ 24%, 15 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവർ 18%, 25-നും 54 വയസ്സിന് പ്രായമുള്ളവർ 41%. ഇങ്ങനെ പോവുകയാണ്. 55-നും 64-നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ളവർ വെറും 10% മാത്രമാണുള്ളത്. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് നിറ യൗവനമാണ്. രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 68% പേരും ഈ 60 വയസ്സിൽ താഴെയുള്ളവരാണ്. എന്ന് വെച്ചാൽ ഉൽപാദന ശേഷിയുള്ള ആളുകളാണ്. മധ്യവയസ്കർ എന്ന് പറയുന്നവരുടെ ഇന്ത്യയുടെ ശരാശരി പ്രായം 29 വയസ്സാണ്. അത് അമേരിക്കയിൽ 38-ഉം ജപ്പാനിൽ 49-ഉമാണ് മധ്യവയസ്കർ. എന്നാൽ ഇവിടെ 29.2%. യുവത്വത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്, അതായത് 10 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ളവരുടെ എണ്ണം 26% വരും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കാൻ പോകുന്നത് യുവാക്കളായിരിക്കുമെന്ന് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നതും ചിലർ അവരുടെ ഇടയിലെ അസ്വസ്ഥതകൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നതിൻ്റെയും കാരണം ഇതാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നോട് ആശയവിനിമയം നടത്താമെന്നും തന്നോട് സംസാരിക്കാമെന്നും നിങ്ങൾക്ക് എന്ത് ചോദ്യവും ചോദിക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിൽ ഒരു വലിയ ജൻസി കൂട്ടത്തിന് മുന്നിൽ ആശയവിനിമയം നടത്തി അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു കുന്തമുനയാക്കി കുട്ടികളുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയും ഈ ജെൻസി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അവഗണിക്കാതെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പാറ്റ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ആദ്യഘട്ടത്തിൽ പലരും ആക്ഷേപിക്കാനൊക്കെ തുനിഞ്ഞെങ്കിലും പിന്നീട് അവരെ ഗൗരവമായി കാണാൻ തുടങ്ങിയതും ഇതേ എണ്ണത്തിൻ്റെയും മാനത്തിൻ്റെയും വലിപ്പം കൊണ്ടാണ്. അവർ ഏത് ദിശയിൽ സഞ്ചരിക്കുന്നോ ഇന്ത്യയിലെ കുടുംബങ്ങളും ആ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു. പല സെലിബ്രിറ്റികളും ആൾക്കൂട്ടങ്ങളും അവരുടെ അഭിപ്രായത്തോട് താതാത്മ്യം പ്രാപിക്കുന്നു. അവരുടെ ഉള്ളിലേക്ക് ജാതി മത വർഗീയ വർണ്ണ ചിന്തകളൊന്നും കടത്തിവിടാനാവുന്നില്ല. ജന്തർ മന്തർ സമരത്തിലേക്ക് ഭീകരവാദവും മറ്റു പല വിഘടനവാദവും തീവ്രവാദവും വധശ്രമവും ഒക്കെ കൊണ്ടുവന്നെങ്കിലും അതൊന്നും രാജ്യം ശ്രദ്ധിക്കുന്നതേയില്ല. എന്നുവെച്ചാൽ ഒരാർജിത പ്രതിരോധം ഈ ജെൻസി പോപ്പുലേഷന് ഈ രാജ്യത്തുണ്ട് എന്നൊരു തിരിച്ചറിവ്, ഒരു സെൻസിറ്റിവിറ്റി, ഒരു അണ്ടർസ്റ്റാൻഡിങ്, അത് വളരെ ഗൗരവമാംവിധം ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നുണ്ട്. വരും തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ രാഷ്ട്രീയത്തെ പരിഗണിക്കാതെ, അവരുടെ ചിന്തകളെ പരിഗണിക്കാതെ, അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്ന ബോധ്യം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഉണ്ടായി എന്നതാണ് ഈ സമീപകാലത്തെ ഇന്ത്യൻ പൊളിറ്റിക്സിലുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ ചുവടുവെപ്പ്.